welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് തമുക്കാണ്. തമുക്കെന്ന് പറഞ്ഞാൽ അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരം. വളരെ ഹെൽത്തിയാണ്. ഇത് പഴയ കാലത്തെ ഒരു ഡിഷാണ്. പണ്ടുള്ളവർ സ്ഥിരം ചെയ്തിരുന്നതാണ്. ഇത് തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറ പള്ളിയിൽ ഒരു പെരുന്നാളുണ്ട്. അവിടെ പെരുന്നാളിന് വഴിപാടായിട്ട് കിട്ടുന്നത് ഈ തമുക്കാണ്. തമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതുകൊണ്ട് അവിടുത്തെ ആ പെരുന്നാളിന് തമുക്ക് പെരുന്നാൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമുക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വളരെ സ്വാദിഷ്ടമായ ഈ തമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 കപ്പ് പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. പുഴുക്കലരിയാണ് ഇതിന് കൂടുതൽ നല്ലത്. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പുഴുക്കലരി ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുഴുക്കലരി കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളത്തിയിട്ട് കുതിർത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് കഴുകി വാരി വെച്ചിട്ടേ ഉള്ളൂ. കഴുകി നന്നായിട്ട് വാരി അതിൻ്റെ വെള്ളം പോയി കഴിഞ്ഞപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറുപഴം വേണം. അത് പാളയംകോടൻ പഴം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതില്ലെങ്കിൽ ഞാലിപ്പൂവനാകാം. ഇപ്പോൾ ഒരു 4 ചെറുപഴം ഞാൻ ഇതുപോലെ അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ട ഏലക്ക, ഒരു 5 ഏലക്ക പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്ത് പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അളവ് ഇത്രയൊന്നും വേണ്ടി വരില്ല. നമുക്കിത് മിക്സ് ചെയ്യുന്ന സമയത്താണ് എത്രത്തോളം വേണ്ടി വരിക എന്നറിയുക. അപ്പോൾ നേരത്തെ കുറച്ച് കൂടുതൽ ഇതുപോലെ പാനിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഈ അരി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അടികട്ടിയുള്ള ഒരു പാത്രം തന്നെ വെക്കുക. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ മാറിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് കുറച്ച് സമയം എടുക്കുക ഒന്ന് വറുത്തെടുക്കാനായിട്ട്. തീ ഒത്തിരി കൂട്ടി വെച്ച് അങ്ങ് ആദ്യം തന്നെ ചൂടാക്കി എടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് കറക്റ്റ് മൂപ്പെത്തി കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമോ ഒക്കെ മാറി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അരി ഇങ്ങനെ നന്നായിട്ട് മലര് പോലെ വീർത്ത് വരും. അപ്പോഴാണ് എല്ലാം അങ്ങനെ വറുത്ത് പൊങ്ങി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. മലര് പോലെ ഇങ്ങനെ വീർത്ത് വരുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് മൂത്തിട്ടുണ്ടെന്ന്. നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ആ സമയം വരെ ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം അരി മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട്. എല്ലാ അരി ഇങ്ങനെ വെളുത്ത നിറത്തിൽ ഇങ്ങനെ മലര് പോലെ ആയി വരും. നമുക്ക് പൊട്ടുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുവരെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം അധിക നേരം ഈ ചീനച്ചട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് അതൊന്നുകൂടെ മൂത്ത് പോവും. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ നന്നായിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീരെ നേർമയായിട്ട് പൊടിച്ചെടുക്കരുത്, നല്ല ഫൈൻ പൗഡർ ആക്കരുത്. തമുക്കിൻ്റെ പ്രത്യേകത ചെറിയ തരിതരിപ്പോടെ തന്നെ പൊടിച്ചെടുക്കുക. അതാണ് ടേസ്റ്റ്. ചെറുതായിട്ട് നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ അല്പം തരിതരിപ്പോടെ, എന്നാൽ ഒത്തിരി കട്ടിയാകരുത്, ചെറിയ തരിതരിപ്പോടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം പൊടിക്കുന്നതാണ് നല്ലത്. ചീനച്ചട്ടിയിൽ ചൂടോടെ തന്നെ അധിക നേരം വെച്ചേക്കാതിരിക്കുക. ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടെ മൂത്ത് പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി നമുക്കിതൊന്ന് ചൂട് മാറിക്കഴിയുമ്പോൾ പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിലെടുത്തൊന്ന് തിരുമ്മി നോക്കുമ്പോൾ അറിയാം ചെറുതായിട്ട് തരിതരിപ്പുണ്ടാവണം. അല്ലാതെ ഫൈൻ പൗഡർ ആയാലും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നല്ല പൊടിയായിട്ട് ഈ പലഹാരം കിട്ടില്ല. അപ്പോൾ ഇച്ചിരി ഒന്ന് തരിതരിപ്പോടെ ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. ആദ്യം ചേർക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ്.
ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. പിന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ കൂടുതൽ ചേർത്താലും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1.5 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചെറുപഴം ചേർത്ത് കൊടുക്കാം. അവസാനം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാവുള്ളൂ. കാരണം പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ ഒരു ചെറിയ ഈർപ്പം പൊടിയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശർക്കരപ്പാനി ചേർത്തിട്ട് പഴമൊക്കെ ചേർക്കാനിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി പോവും. അപ്പോൾ ആദ്യം പഴവും തേങ്ങയൊക്കെ ചേർത്ത് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടി നനഞ്ഞു തുടങ്ങും. അപ്പോൾ ആ പഴത്തിൻ്റെയും തേങ്ങയുടെയൊക്കെ വെള്ളം പൊടിയിലേക്ക് ഇറങ്ങും. അപ്പോൾ നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനി ഞാൻ കൂടുതൽ എടുത്തു വെക്കാൻ പറഞ്ഞത്, നമുക്കിത് പൊടി നനയുന്നതിനനുസരിച്ച് വേണം പാനി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ പൊടി ആവശ്യത്തിന് നനഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിർത്തുക, അല്ലാതെ പാനി മുഴുവൻ കൂടെ ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാനൊരു 300 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ചേർത്താണ് പാനിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലും മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ പാനി കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറേശ്ശെ ഇതുപോലെ ശർക്കരപ്പാനി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം കുഴഞ്ഞു പോകാത്ത രീതിയിൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് ഏകദേശം എടുത്തു വെച്ചതിൻ്റെ പകുതി ശർക്കരപ്പാനിയേ ആവശ്യം വന്നുള്ളൂ. അപ്പം നിങ്ങൾ അല്പം കുറച്ച് കൂടുതലൊന്ന് കരുതുക. അപ്പോൾ പൊടി നനയുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ബാക്കി ശർക്കരപ്പാനി എടുത്തു വെച്ചിരുന്നാൽ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊടിയായിട്ട് ഇരിക്കുകയും വേണം. പഴത്തേലേക്കൊക്കെ ശർക്കരപ്പാനിയും അരിപ്പൊടിയും എല്ലാം കൂടെ ചേർന്ന് പിടിക്കുകയും വേണം. പഴത്തേലിൻ്റെ പീസിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടണം. ഇങ്ങനെ വിട്ട് നിൽക്കുകയും വേണം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നവരെ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ എടുത്തു വെച്ചതിൻ്റെ പകുതിയേ ആവശ്യം വന്നുള്ളൂ. അപ്പം നിങ്ങളും അതനുസരിച്ച് എടുക്കുക. 2 കപ്പ് അരിക്ക് ഏകദേശം ഒരു 150 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയാൽ കറക്റ്റാണ്. പക്ഷേ ഒരല്പം കൂടുതൽ കരുതുക. അപ്പം ഓരോ അരി ഓരോ ടൈപ്പാണ്. നമ്മൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ച് ശർക്കരപ്പാനിയുടെ വെള്ളത്തിനും അളവിനും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ഏത് അരിയാണോ എടുക്കുന്നത് അതനുസരിച്ച് പാനി ചിലപ്പോൾ കൂടുതൽ ചേർക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പാനി റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു 4 മണി പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് you.